ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറൊന്നല്ല, നമ്മുടെ ബർഫിയാണ്. അപ്പോൾ അതിന് സേമിയ, അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക്, ആൽമണ്ട്, അതുപോലെ കുറച്ച് പാലൊക്കെയാണ് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ബർഫി ഉണ്ടാക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം 2 സ്പൂണ് വലിയ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായി ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം സേമിയ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സേമിയ നന്നായി മിക്സ് ചെയ്തെടുക്കുക ബട്ടറിൽ. അതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ സേമിയ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ സേമിയയുടെ ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. മാത്രമല്ല ഉണ്ടാക്കാൻ തന്നെ നല്ല എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കഴിക്കാനായി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ബർഫി. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സേമിയ കുക്കായത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കുക കേട്ടോ. അതിന് ശേഷം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ഒരു കുപ്പിയുടെ മൂടിയൊക്കെ വെച്ചിട്ട് ഇതിനെ ഒരു ഷേപ്പാക്കിയിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തേക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു ആൽമണ്ട് ക്രഷ് ചെയ്തപ്പോൾ കുറച്ചധികം പൊടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ആൽമണ്ട് പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.